ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. ദൈവവചനം നമ്മെ രാവിലെ സമയം പ്രോത്സാഹിപ്പിക്കുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. 2026 പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വിവിധ തരത്തിലുള്ളതായ മനുഷ്യന് അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ പ്രയത്നം കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ നമ്മുടെ സമ്പത്തുകൾ കൊണ്ടോ നമുക്കതിനെ ജയിപ്പാൻ കഴിയുകയില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ ജീവിതത്തിന്റെ ഏത് കഠിനതകളെയും പ്രാർത്ഥനയാൽ നമുക്ക് ജയിപ്പാൻ കഴിയും. ദൈവത്തിന്റെ വചനം പറയുന്നു, സദാ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ പാപത്തെക്കുറിച്ച് വേദനിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനായ യിരെമ്യാവ് പറയുന്നു, എൻ്റെ കണ്ണിനെ കണ്ണുനീരുറവയും എൻ്റെ തലയെ വെള്ളവുമാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. എന്ന് വെച്ചാൽ ഇനിയും അധികം പ്രാർത്ഥിക്കുവാൻ 2025 വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെയല്ല 2026 ദൈവാത്മാവ് നമ്മെ ഉത്സാഹിപ്പിക്കുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി. നമ്മുടെ ഭൗമികമായ വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും കഠിനതകൾ, രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, എന്തിനൊക്കെയോ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മോട് പറയുന്നു, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കുക. നമ്മുടെ ചുറ്റുപാടും തകർന്നു കിടക്കുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട്. ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ദുഃഖം തീർന്നിട്ടില്ലാത്തൊരു വിഷയം. യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത് തകർന്നുപോയ മാനവജാതിയുടെ വിടുതലിന് വേണ്ടിയാണ്. ഇന്നുവരെയും യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തൊരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുമായിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ ആരുടെയും ആത്മാവ് നഷ്ടമായി പോകാതിരിക്കുവാൻ തക്കവണ്ണം ഇന്നതിനെ അറിഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ വഴികളിൽ നടക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിപ്പീൻ. തകർന്നുപോയ സാഹചര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പീൻ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാൽ നമുക്ക് സകലതും വീണ്ടെടുക്കാൻ കഴിയും. ദൈവത്തോട് ചെയ്യുന്ന പക്ഷപാതം, ഒരു ഭക്തന്റെ നിലവിളി ഒരിക്കലും ദൈവം മറികടന്നു പോകത്തില്ല. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ച ബർത്തിമായിക്ക് വേണ്ടി സർവശക്തനായവൻ നിന്ന് ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിൽക്കുന്ന ഒരു യേശുവിനെയാണ് രാവിലെ സമയം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത്യുച്ചത്തിൽ നിലവിളിക്കുന്നവന് വേണ്ടി, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവന് വേണ്ടി സർവശക്തനായവന്റെ കരം അനുകൂലമായി വ്യാപരിക്കുന്ന ഒരു വർഷമാണ് 2026. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരിപ്പീൻ. ആമേൻ.